ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെ IEO എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി പ്ലാൻസുമായിട്ടാണ്. അപ്പൊ ഈ ഒരു IEO എക്സാമിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഒരു ചെറിയൊരു അല്ലെ എന്തെങ്കിലും കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് വലിച്ചെറിയാനൊക്കെ തോന്നുന്നുണ്ടാവും. പല ആൾക്കാരും നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എക്സാമുകളുടെ ആ ഒരു സിലബസ് നോക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സാമിന് റെഡിയായി നിൽക്കുന്ന സമയത്താണ് കേരള PSC നമുക്കൊരു നല്ല പണി തന്നത് അല്ലെ. ആ സിലബസ് കംപ്ലീറ്റ്ലി മാറ്റി നമ്മുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമുമായിട്ട് നമ്മുടെ പല സ്ട്രീമുകളുടെ സിലബസ് ഇനീഷ്യലി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉള്ള എക്സാമുകളുടെ ഒക്കെ ബേസിസിൽ. അതിന്റെ ബേസിൽ നമ്മുടെ കോഴ്സ് ഏകദേശം ഒരു 95% കംപ്ലീറ്റും ചെയ്ത് കുറെ ആൾക്കാർ അതിന് എല്ലാ എക്സാംസ് ഒക്കെ എഴുതി നല്ല മാർക്കോട് കൂടിയൊക്കെ ഇരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഇരുട്ടടി പോലെ അല്ലെ നമുക്ക് ആ ഒരു സിലബസ് എൻറ്റയർലി മാറ്റിയിട്ട് നമ്മുടെ കേരള PSC നല്ലൊരു പണി തന്നത്. പക്ഷെ ഇനിയിപ്പോ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞത് കഴിഞ്ഞു മക്കളെ, ഇനി നമുക്ക് ബാക്കി മുന്നോട്ടേക്ക് നോക്കാം. അപ്പൊ നമ്മൾ ബേസിക്കലി അല്ലെ ഈ പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ, അതായത് നമുക്കിനി മുന്നോട്ടേക്കുള്ള നമ്മുടെ എണ്ണപ്പെട്ട ദിവസങ്ങൾ, ആ ഒരു ദിവസങ്ങളുടെ അകത്ത് തന്നെ നമ്മൾ ആ എൻറ്റയർ ടോപ്പിക്സ് നല്ല വൃത്തിയായി പഠിച്ച് നല്ല രീതിയിൽ നമ്മൾ റിവൈസും ചെയ്ത് നമ്മൾ ആ ഒരു എക്സാം നമ്മുടെ ഫെബ്രുവരി 18 ആ എക്സാമിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി അല്ല ഈ ഒരു സിലബസ് ചേഞ്ച് പല ആൾക്കാർക്കും ഒരു പ്രശ്നമായെങ്കിലും ചില ആൾക്കാർക്ക് അതൊരു ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്ന രീതിയിലൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്, റൈറ്റ്. അതായത് പഠിച്ച ആൾക്കാർ ഈ സെയിം സിലബസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെക്കാളും കുറെ മുന്നിലായിരുന്നു അല്ലെ. ഇനി പഠിക്കാത്ത ആൾക്കാർക്കും ഒന്ന് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നമ്മുടെ PSC ആയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി അതേസമയം കുറെ മുന്നോട്ട് പോയ ആൾക്കാർ എന്ത് ചെയ്യുക, ആ ഒരു ചതി ഒരു വലിയ ചതിയായിരുന്നു. അപ്പൊ ആ ഒരു ചതി നമ്മൾ അത് അല്ലെ അതൊരു അതിനെതിരെ പോരാടുന്നത് എങ്ങനെയാണ്, നമ്മൾ വീണ്ടും ആ പുതിയ സിലബസ് പഠിച്ച് നമ്മൾ ആ എല്ലാരേക്കാളും വീണ്ടും മുന്നിലെത്തി നമ്മൾ നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് തന്നെ ആ ചതിയെ നമ്മൾ നേരിടുക. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസ് ചേഞ്ച് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അല്ലെ. സോ ഞാൻ ജസ്റ്റ് നമ്മളൊരു ഫിഗർ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പൊതുവേ കളിക്കുന്ന ഒരു സംഭവമാണ് ഈ ഉറിയടി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. സോ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ മേളിൽ കയറി നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ PSC എന്ത് ചെയ്തു, മൊത്തത്തിൽ ആ ഒരു താഴെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അല്ലെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ ഈ താഴെയുള്ള ആളെ പോലെ മുകളിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഈ ഏറ്റവും താഴെ നിൽക്കുന്ന ആളെ പോലെ മുകളിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. കുറെ ആൾക്കാർ മുകളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ PSC എന്ത് ചെയ്തു, PSC താഴെയുള്ള കുറച്ച് ആൾക്കാരെ ഒന്ന് ഇക്കിളിയാക്കിയിട്ട് എല്ലാം കൂടി തവിട് കൂടിയാക്കി താഴെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എല്ലാവരും ഒരേപോലെ താഴെ നിന്ന് മേളിലോട്ടേക്ക് നോക്കുകയാണ് അല്ലെ. നമ്മുടെ കേരള PSC റാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഉറിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, റൈറ്റ്. അപ്പൊ നമ്മളിനി എന്താ ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞ പോലെ അതായത് ഓൾറെഡി പഠിച്ച് മുകളിലെത്തിയിരുന്ന ആൾക്കാർ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. നമ്മളെ പറ്റിച്ചു, നമുക്ക് ആ പറ്റിക്കുന്നതിന് നമുക്ക് വീണ്ടും കൂടുതൽ ഉത്തേജം ആ കൂടുതൽ അതിനെതിരെ പോരാടിയല്ലേ അതിനെ ഒരു ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഓൾറെഡി താഴെ ആയിരുന്ന ആൾക്കാർ ഇപ്പൊ എല്ലാവരും ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ടിലാണ് ഉള്ളത് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് പോരാടുക, നല്ല റാങ്കുകൾ വാങ്ങിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു 70 day സ്റ്റഡി പ്ലാൻ ആണ്. അതായത് നമുക്ക് മോസ്റ്റ്ലി നമ്മൾ ഇന്ന് ഡിസംബർ 1 നമ്മൾ ഇപ്പൊ നവംബർ ലാസ്റ്റ് ആയി അല്ലെ. അപ്പൊ ഡിസംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഡിസംബറിൽ 31 ദിവസമുണ്ട്, ജനുവരിയിൽ 31 ദിവസമുണ്ട്, 62 ആയി. പിന്നെ നമ്മൾ 18 ഫെബ്രുവരി 18 എക്സാം, അതുകൊണ്ട് അവിടെ ഒരു 17 ദിവസം അല്ലെ. എല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കിയാൽ ഒരു 79 ദിവസം നമ്മുടെ കയ്യിലുണ്ട് അതല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു 79 ദിവസത്തിന്റെ അകത്ത് 70ാമത്തെ ദിവസം കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്ത് റിവിഷനും നടത്തി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 8 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി MCQs ചെയ്യുക, നിങ്ങൾ എഴുതി വെച്ച പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കുക അല്ലെ. നമ്മുടെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ ആ മൊത്തം ഊർജ്ജത്തോടു കൂടി നിന്ന് ആ ഒരു എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ സിലബസ് ഒന്ന് നോക്കാം. പല ആൾക്കാരും ഇപ്പം പല കുറി നോക്കി ആകെ മൊത്തം പുക പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ആ ഒരു മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രീമുകാരെ മൊത്തം നമ്മൾ പിന്നെ പഠിച്ച സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ പഠിച്ച നമ്മുടെ സ്വന്തം മേഖലയൊക്കെ മൊത്തമായിട്ട് ഒരു തുടച്ചു നീക്കിയിട്ട് അല്ലെ. അതിനെ മൊത്തം തുടച്ചു നീക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ യൂഷ്വലി പഠിക്കുന്ന ആ ഫിസിക്സ് കെമിസ്ട്രീന്റെ സിലബസും അതുപോലെ തന്നെ നമ്മൾ ബാക്കി നമ്മുടെ ഫസ്റ്റ് ഇയറിലും അതുപോലെ സെക്കൻഡ് തേർഡ് ഇയറിലൊക്കെ നമ്മുടെ BTech ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള മാത്സിന്റെ ഒക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കേരള PSC ഈ ഒരു IEOന്റെ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റിയ നമ്മുടെ ലീനിയർ ആൾജിബ്ര 8 മാർക്കിനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു കാൽക്കുലസും അതുപോലെ പ്രോബിലിറ്റി അല്ലെ, അതിലൊക്കെയാണ്.
അതുപോലെ ബാക്കി നമ്മുടെ സിമ്പിൾ ആയിട്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് 4 മാർക്ക് വീതമാണ്. പിന്നെ അതുപോലെ ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ബാക്കിയുള്ള ടോപ്പിക്സ് അല്ലെ അതിനെല്ലാത്തിനും എന്താണ് അപ്ലൈഡ് ഓപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അക്കോസ്റ്റിക്സ് എല്ലാത്തിനും 10 മാർക്ക് വീതം, എല്ലാം കൂടി 30 മാർക്ക്. അതുപോലെ എന്താണ് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽ, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്, അതുപോലെ എൻവയോൺമെന്റൽ കെമിസ്ട്രി എല്ലാം കൂടി 10 വീതം 30 മാർക്ക്. ഈ ഒരു 100 മാർക്കാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് എന്താണ് നമ്മൾ എയിം ചെയ്ത് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ എല്ലാവരും ഒരേ ലെവൽ അല്ലെ, എല്ലാവരും ഒരു തറ ലെവലിലാണുള്ളത് അല്ലെ, എല്ലാ തറനിരപ്പിലാണുള്ളത്. ഇനി നമ്മൾ അവിടുന്ന് പിടിച്ചു കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ഒരു പിടിച്ചു കയറുന്നതിന്റെ പ്രോസസ്സ് പല ആൾക്കാർക്ക് ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഡൗട്ടിൽ നിൽക്കുകയായിരിക്കും. നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഇവിടെ സിലബസ് എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിത് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുന്നത് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ വേറെ പല സ്ഥാപനങ്ങളിലും ഇരുന്നൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെട്ട് സ്വന്തമായിട്ട് നമ്മൾ ആ ഒരു ഇവിടെ നിന്നൊക്കെയോ മെറ്റീരിയലൊക്കെ തപ്പിപ്പിടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കും കൂടി പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത് അല്ലെ, നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്താണ് 70 ഡേ സ്റ്റഡി പ്ലാൻ ആണ്. നമ്മളൊരു 70th ഡേയിൽ കംപ്ലീറ്റ് റിവിഷനും കഴിഞ്ഞ് അല്ലെ നമ്മൾ എന്താണ് നമ്മൾ ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ PSCനോട് പറയാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു 70 ഡേ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ തന്നെ എന്താണ് നമ്മളല്ലേ ആ സബ്ജക്റ്റിന് കൊടുക്കേണ്ട നമ്പർ ഓഫ് ഡേയ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ പറയുന്നത് അത് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 hours പെർ ഡേ എന്നുള്ള രീതിയിലെങ്കിലും, കുറെ ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ഇനി അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും സമയം തന്നെ ഇതിന് നീക്കി വെക്കുക. നമ്മൾ എന്താണ് നമ്മൾ അതിന്റെ ആ ഒരു സിലബസ് സബ്ജക്ട് ടോപ്പിക്കുകൾ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് MCQs അല്ലെ, നമ്മുടെ MCQs കുറെ ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് കോമൺ ആയിട്ട് നിങ്ങൾ പുറത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് നമുക്ക് ഓൺലൈനിൽ തന്നെ തപ്പിയാൽ തന്നെ ചിലപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് MCQs നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നിങ്ങൾ നമ്മുടെ കോഴ്സസിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ നമ്മുടെ ആ എക്സാംസും സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പ്രോപ്പർലി എന്താണ് ആ ഒരു രീതിയിൽ തന്നെ എന്താണ് നമ്മളെ ഓരോ സമയത്ത് ഇടുന്നത് അതിന് കണക്കായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് ലീനിയർ ആൾജിബ്ര 8 മാർക്കാണ് അല്ലെ. അത് നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു നമുക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ലീനിയർ ആൾജിബ്ര വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മെട്രിക്സും അതുപോലുള്ള കാര്യങ്ങളാണ് അല്ലെ, മെട്രിക്സും ഡിറ്റർമിനൻസ് അതുപോലുള്ള കാര്യങ്ങളാണ് ആ ഒരു ലീനിയർ ആൾജിബ്രയിലുള്ളത്. അത് മിക്ക ആൾക്കാർക്കും കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ മോസ്റ്റ്ലി ഈ പറയുന്ന പോലെ കുറെ ആൾക്കാർക്കൊക്കെ പെട്ടെന്നൊന്ന് നമ്മൾ ഈ പറഞ്ഞില്ല എൻറ്റയർലി വേറൊരു സിലബസ് പഠിക്കുകയായിരുന്നു, അവിടുന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ചാടുകയാണ് അല്ലെ. സോ അത് ആ ഒരു ട്രാൻസിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ ലീനിയർ ആൾജിബ്ര വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ബേസിക് മെട്രിക്സും അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങളുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണമെങ്കിൽ എന്താണ് നിങ്ങളെ ആ ഒരു പ്രിഫറൻസസ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയുന്ന ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്താം. അപ്പൊ നമ്മൾ യൂഷ്വലി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ലീനിയർ ആൾജിബ്രയ്ക്ക് നിങ്ങൾ എന്താണ് ഒരു 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യം പ്ലാൻ ചെയ്യുക. അതുപോലെ കാൽക്കുലസ് ആണെങ്കിൽ എന്താണ് ഒരു 10 ദിവസം അല്ലെ, ഒരു വലിയൊരു ഏരിയ ആണ്, ഒരു വലിയ എന്താണ് നമ്മുടെ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാൽക്കുലേഷൻ. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇപ്പോഴും ആലോചിച്ചാൽ പേടിയാവുന്ന ഒരു സാധനം ആയതുകൊണ്ട് നിങ്ങൾ അത് കുറച്ച് സമയം എടുത്ത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പക്ഷെ സിമ്പിളായിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്ര നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷനിൽ 1 മാർക്കിന് ചോദിക്കാൻ പറ്റില്ല അല്ലെ. സോ അതുകൊണ്ട് യൂഷ്വലി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. 10 ദിവസമാണ് ഞാൻ പറയുന്നത്. സോ അതുപോലെ എന്താണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്കിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ. സോ അതുകൊണ്ട് അത് നമ്മളൊരു 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ പ്രോബിലിറ്റി ഇതിന് എങ്ങനെയാണ് ആ ഒരു പ്ലാൻ വരുന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതുപോലെ പ്രോബിലിറ്റി നമുക്ക് 12 മാർക്കിനുണ്ട് അല്ലെ. അതുപോലെ തന്നെ കുറച്ച് എന്താണ് നമ്മൾ ചുറ്റിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഈ പ്രോബിലിറ്റി ഉള്ളത്. പക്ഷെ അതിൽ ഞാൻ 8 നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ലാസ്റ്റിലോട്ടേക്ക് ആകുമ്പോൾ എന്താണ് നമ്പർ ഓഫ് അവേഴ്സ് നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് അവേഴ്സ് കൂട്ടണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നമ്പർ ഓഫ് ഡേയ്സിന്റെ കേസിൽ അവിടെ ഒരു കുറവ് വരുത്തിയത്. അതുപോലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതിന് ഞാനൊരു 3 ദിവസം പറയും. ഇനി അതുപോലെ ഫിസിക്സിന്റെയും കെമിസ്ട്രീന്റെയും എല്ലാ ടോപ്പിക്സിനും എന്താണ് 5 ദിവസം വീതം അല്ലെ. നമ്മൾ എല്ലാത്തിനും 10 മാർക്ക് വീതമാണ്. അതുപോലെ എല്ലാത്തിന്റെയും ഒരു വെയിറ്റേജ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പഠിക്കാനുള്ള കണ്ടന്റ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചില ഏരിയാസിൽ കുറച്ചൊരു മുകളിലോട്ട് താഴ്ത്തും. നമുക്ക് ലേസേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചധികം ടോപ്പിക്സ് അവിടെ തിയററ്റിക്കൽ ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുണ്ടാവും. അതുപോലെ എന്താണ് നമ്മൾ പല സാധനങ്ങളും നമുക്ക് ഈ പറയുന്നത് കെമിസ്ട്രീന്റെ കേസിലാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിന്റെ അതൊക്കെ പല സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായാലും നിങ്ങൾ എന്താണ് ആ ഒരു 5 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ടോപ്പിക്സും 5 days കൊണ്ട് എല്ലാ 10 മാർക്കിന്റെ ആ ഒരു ഏരിയയും
മാക്സിമം നിങ്ങൾ 5 days മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ മാക്സിമം ആ ഒരു 5 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇനി എന്താണ് നമുക്ക് ജസ്റ്റ് അല്ലേ നമുക്ക് ഇനി ഇതിനൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ ആ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് ആ ഒരു പഠിക്കാൻ വേണ്ടി തുടങ്ങേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യലാണ് അല്ലെ. നമ്മൾ മൈൽ സ്റ്റോൺസ് എന്താണ് നമുക്കറിയാം. നമ്മൾ യൂഷ്വലി എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കോഴിക്കോട് നിന്ന് എന്താണ് ഞാൻ പറയുന്നു എന്താണ് കണ്ണൂർ അല്ലെ. കോഴിക്കോട് നിന്ന് കണ്ണൂർ പോവുകയാണെങ്കിൽ എന്താണ് ഒരു 100 കിലോമീറ്ററിന്റെ അപ്രോക്സിമേറ്റ് 100 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ കുറച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം പിന്നിട്ടു അല്ലെങ്കിൽ ഇനി എത്ര ദൂരം പോകാനുണ്ട് എന്ന് കാണിക്കുന്ന സാധനങ്ങളാണ് ഈ മൈൽ സ്റ്റോൺ അല്ലെ. മൈൽ കുറ്റികൾ എന്ന് പറയും. കണ്ണൂർ എത്രയാണ് ഒരു 60 കിലോമീറ്റർ എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം 60 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. അതായത് നമ്മൾ 40 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞുള്ളത് അല്ലെ. സോ അതുപോലെ തന്നെ നിങ്ങൾ സെയിം ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ എക്സാം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ എക്സാമിനും ഈ ഒരു മൈൽ സ്റ്റോൺ കീപ്പ് ചെയ്യണം. നിങ്ങളുടെ പ്രിപ്പറേഷന് ഭാഗം അനുബന്ധമായിട്ട് അല്ലെ അതിന് പാരലായിട്ട് നിങ്ങളൊരു മൈൽ സ്റ്റോൺ കീപ്പ് ചെയ്യുക. അതായത് നമ്മുടെ എക്സാമിന്റെ കേസിലാണ് ഈ പറഞ്ഞ കിലോമീറ്റർ കണക്കല്ല അല്ലെ. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്ന മൈൽ സ്റ്റോൺ എങ്ങനെയാണ് ഈ രീതിയിൽ മാർക്കുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ് അല്ലെ. സോ ഞാൻ ഈ കേസിൽ എന്താണ് പറഞ്ഞത്, അതായത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവിടെ ഒരു 30, 60 അല്ലെ 100 ആ രീതിയിൽ നമുക്ക് 30 ഫിസിക്സ് 30 കെമിസ്ട്രി പിന്നെ ബാക്കി 40 എന്താണ് മാത്സ് ആണ്. സോ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ താണ്ടിയിട്ട് എന്താണ് ആ ദൂരം താണ്ടി നമ്മൾ 100 മാർക്കിന്റെ ഫുൾ ടോപ്പിക് നമ്മൾ ഈ ഒരു 70 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു മൈൽ സ്റ്റോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ടാർഗറ്റ് കീപ്പ് ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന രീതിയിൽ ആ ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടാക്കുക അത് തന്നെയാണ് ഈ പറയുന്ന മൈൽ സ്റ്റോൺ റൈറ്റ്. സോ അതുകൊണ്ട് ആ ഒരു ഷെഡ്യൂൾ ആ മൈൽ സ്റ്റോണിന് അനുബന്ധമായിട്ട് തന്നെ നിങ്ങൾ നീങ്ങുക. അപ്പൊ ആ മൈൽ സ്റ്റോൺ കീപ്പ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ കണ്ണൂരേക്ക് ഞാൻ ട്രാവൽ ചെയ്യാണ് നമ്മളൊരു 40 കിലോമീറ്റർ എത്തി. അപ്പം നമുക്ക് ആ മൈൽ സ്റ്റോൺ കണ്ടാ ഓർമ്മ വരും അല്ലെ. 40 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു ഇനി ബാക്കി 60 കിലോമീറ്റർ പോകാനുണ്ട്, കുറേയും കൂടി പോകാനുണ്ട് അല്ലെ. കുറച്ച് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അല്ലെ. സോ ആ ഒരു ഐഡിയ നിങ്ങൾ കിട്ടും. സോ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ഓരോ ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മൈൽ സ്റ്റോൺ വെക്കുക. അതായത് ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് പറയാണ്. സോ അതുകൊണ്ട് നമ്മുടെ സെയിം മൈൽ സ്റ്റോൺസ് നിങ്ങൾ കീപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്താണ് ഒരു 10 ദിവസം കൊണ്ട് ഞാൻ ഇത്ര മാർക്കിന് പഠിക്കുന്നു, അതുപോലെ 20 ദിവസം കൊണ്ട് ഞാൻ ഇത്ര മാർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, ആ രീതിയിൽ വെക്കുക. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു ഡേ എത്തുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ എവിടെ വരെ എത്തി എന്നുള്ളത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു മൈൽ സ്റ്റോൺ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെയാണ് നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുന്നത് അല്ലെ. ഷോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് എന്താണ് ഷോർട്ട് നോട്ട്സിന്റെ അഡ്വാൻറ്റേജ്. ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും എന്താണ് നമ്മൾ ക്ലാസ് കേൾക്കുന്നു അല്ലെ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ എന്താണ് നമ്മൾ ആ കാര്യങ്ങൾ മൊത്തമായിട്ട് എഴുതിയെടുക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ തരുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് അവിടെ എന്താണ് നിങ്ങൾ മൊത്തം അതൊന്ന് പിന്നീട് നോക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് ആ സമയത്ത് വായിച്ചു വിടുന്നു അല്ലെ. ഇനി ഫൈനലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാമിന്റെ സമയമാകുന്ന സമയത്ത് ഒരു ലാസ്റ്റത്തെ ഒരു 10 ദിവസം അല്ലെ ലാസ്റ്റ് ഒരു 10-15 ദിവസം ആകുമ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ തുടക്കം മുതൽ അവസാനം വരെ നോട്ട് വായിച്ച് പോവാന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും എഫക്റ്റീവ് അല്ല, വളരെ മണ്ടത്തരമാണ്, നിങ്ങൾ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും നമ്മളിപ്പോൾ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഡേ 1 പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കുക. ഏറ്റവും നമ്മൾ തന്നെ എഴുതണം. അതായത് നമ്മൾ വേറെ ആരുടെയെങ്കിലും നോട്ട് വാങ്ങിച്ച് പഠിച്ചാൽ അത് അത്ര എഫക്റ്റീവ് അല്ല. അത് അവരുടേതായ ഒരു രീതിയാണ് അല്ലെ, അവർക്ക് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചാണ്. സോ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ ഉറപ്പായിട്ടൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അതായത് ഈ പറഞ്ഞ പോലെ അല്ലെ എല്ലാം കൂടി ഒരു 200 പേജിന്റെ ചെറിയ നോട്ടിലോ അല്ലെങ്കിൽ ഒരു 100 പേജിന്റെ ഒരു ചെറിയ നോട്ടിലൊക്കെ ഓരോ സബ്ജക്റ്റ് കൊള്ളുന്ന രീതിയിലൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു സാധനം മറിച്ച് നോക്കുക, അത് ഫുൾ നമുക്ക് ആ ഒരു സബ്ജക്ട് എന്താണ് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് മൊത്തം കവർ ചെയ്തെടുക്കാം അല്ലെ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ വലിയ നോട്ട്ബുക്ക് ഉണ്ട്, നമ്മളെല്ലാം എഴുതി വെച്ച ആ നോട്ട്ബുക്ക് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഡൗട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ആ റിവിഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ ഒരു പ്രീവിയസ് ആ ഒരു വലിയ നമ്മൾ മൊത്തം നോട്ട്സ് എഴുതി വെച്ച അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ലൈഡ്സ് എടുത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കുക. അത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത് വളരെ ദുഷ്കരമാണ്. അത്രക്കും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ രജനീകാന്തിന്റെ റോബോട്ട് സിനിമയോ കണ്ടോ അല്ലെ, അത്രക്കും ഫോട്ടോഗ്രാഫിക് മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഞാനത് ആ വാദം പിൻവലിക്കാം. പക്ഷെങ്കിൽ അതല്ലാതെ ബാക്കിയുള്ള സാധാരണ മനുഷ്യന്മാർക്ക് പറ്റുന്ന പണിയല്ല ഈ പറഞ്ഞ പോലെ ഫുൾ ബുക്ക് നമ്മൾ അവസാനത്തെ എക്സാമിന്റെ തലേന്നൊക്കെ പോയി പഠിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് അല്ലേ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മൈൽ സ്റ്റോണിന്റെ ഒക്കെ കേസ് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു മൈൽ സ്റ്റോണിന്റെ ഒക്കെ കേസ് നോക്കാം. ഞാൻ ആ ഇനീഷ്യലി കാണിച്ചവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, അവിടെ സീരിയൽ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അല്ലെ. സോ സീരിയൽ നമ്പർ 1 ലീനിയർ ആൾജിബ്ര ആണ്, 2 കാൽക്കുലസ്, 3 നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 4 പ്രോബബിലിറ്റി, 5 നമ്മുടെ ന്യൂമറിക്കൽ മെത്തേഡ്, അതുപോലെ 6, 7, 8, 9, 10, 11 അല്ലെ. 6, 7, 8 ഫിസിക്സ് ആണ്, 9, 10, 11 നമ്മുടെ കെമിസ്ട്രി ആണ് അല്ലെ.
സോ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതായത് സെറ്റ് 1, ഞാൻ ജസ്റ്റ് അവിടെ സെറ്റ് 1 എന്നൊക്കെ എഴുതി വെച്ചാൽ വെറുതെ ഒരു ഓവറാക്കിയതാണ് അല്ലേ. സോ എന്താണ് 1+6 എന്താണ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സിലെ സീരിയൽ നമ്പർ ആണ് അല്ലേ. 1 എന്തായാലും ലീനിയർ ആൾജിബ്ര ആണ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ലീനിയർ ആൾജിബ്ര വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കുറച്ചും കൂടി ഒരു കണ്ട് പരിചയമുള്ള ഒരു സുഹൃത്തായതുകൊണ്ട് കുറച്ചും കൂടി എന്താണ് ആ ഒരു ട്രാൻസിഷൻ കുറച്ച് എളുപ്പമാണെന്ന് പറഞ്ഞു. സോ നമ്മൾ ലീനിയർ ആൾജിബ്ര വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ 6 എന്തായിരുന്നു നമ്മുടെ ഫിസിക്സിൽ പറഞ്ഞ അപ്ലൈഡ് ഫിസിക്സ്. നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു സാധനം വേണമെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു എന്താണ് പിറകിലോട്ട് പോയി നോക്കിയാൽ മതി ഏതാണ് ഈ പറയുന്ന സീരിയൽ നമ്പർ എന്നുള്ളത് അല്ലേ. സോ 1+6 നമ്മളോട് പറഞ്ഞത് ലീനിയർ ആൾജിബ്രക്ക് എത്രയാണ് നമ്മൾ പറഞ്ഞു 6 ദിവസം മതി. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞ നമ്മുടെ അപ്ലൈഡ് ഫിസിക്സിന്റെ കേസ് അല്ലെ, അതിന് നമ്മൾ 5 ദിവസമാണ് വെച്ചത്. സോ അതുകൊണ്ട് എന്താണ് മൊത്തം 11 ദിവസം. ആ 11ാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താണ് 18 മാർക്ക്, ആ മൈൽ സ്റ്റോൺ, ഫസ്റ്റ് മൈൽ സ്റ്റോൺ വരുന്ന എവിടെയാണ് നമ്മുടെ 11ാമത്തെ ദിവസമാണ് അല്ലേ. സോ 11ാമത്തെ ദിവസം നമ്മൾ എടുത്തേണ്ട ദൂരം എത്രയാണ് 18 മാർക്കിന്റെ ആ ഒരു ദൂരം നമ്മൾ താണ്ടി കഴിഞ്ഞു. അത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് 3 hours ഞാനൊരു അറ്റ്ലീസ്റ്റ് മിനിമം പറയുന്നു. അത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും കൂടി, അങ്ങനെയുള്ള ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്കും കൂടി ഒരു മാനേജബിൾ ആയിട്ടുള്ള സമയമാണ് ഞാൻ 3 hours പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാർ അതിനേക്കാളും സമയം സ്പെൻഡ് ചെയ്യുക, അതിനേക്കാളും ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യുക. കുറച്ച് വേണമെങ്കിൽ ഈ ഒരു ടൈം സ്പാൻ കുറച്ച് കുറക്കാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ അതിന് കണക്കായിട്ട് മൂവ് ചെയ്യുക. സോ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 3 hours വെച്ചിട്ട് ഈ ഒരു 11 days കൊണ്ട് ആ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ ഓഫ് അവേഴ്സ് കൂട്ടുക, വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ഈ 70 days കൊണ്ട് എന്താണ് നമ്മൾ ഫുൾ അല്ലേ, നമ്മൾ ഫുൾ സജ്ജമായിട്ടിരിക്കണം. എന്താണ് ആ ഒരു എക്സാമിനെ നേരിടാൻ വേണ്ടി നമ്മൾ ഫുൾ സജ്ജമായിരിക്കണം. സോ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാലും നിങ്ങൾ ഈ 11ാമത്തെ ദിവസം എന്താണ് ഈ 18 മാർക്ക് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. അതിൻ്റെ അകത്ത് തന്നെ ആ ഓരോ ദിവസവും എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. നിങ്ങൾ MCQs ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് നമ്മുടെ ഓൺലൈനായിട്ട് നിങ്ങൾ ജസ്റ്റ് മേ ബി ജസ്റ്റ് സെർച്ച് അല്ലെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വരെ പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ എല്ലാ സബ്ജക്റ്റുകളും എന്താണ് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ട് MCQs നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് ആ ഒരു രീതിയിൽ അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുക. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്ന പോലെ അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു ഒരു 2+9, അതായത് സെക്കൻഡ് എന്താണ് സെക്കൻഡ് നമ്മൾ പറയുന്നത് കാൽക്കുലസ് ആയിരുന്നു. കാൽക്കുലസും അതുപോലെ 9 എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിലേക്ക്, അതായത് പാരലലി സ്റ്റഡി ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ജസ്റ്റ് മാത്സ് മാത്രം കുറേ ദിവസം എന്താണ് ഒരു ഡിസംബർ മൊത്തം ഇരുന്ന് മാത്സ് പഠിക്കുന്നു, പിന്നെ ബാക്കി മൊത്തം ഇരുന്നിട്ട് എന്താണ് ബാക്കി ഫിസിക്സ്, അതൊരു അത്ര ഒരു എഫക്റ്റീവ് വേ അല്ല. നമുക്ക് എക്സാമിന് എല്ലാം കൂടി ഒറ്റ ദിവസം ആ ഒറ്റ ഒരു 1.5 മണിക്കൂറിനടക്കം മിക്സ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ആ മിക്സ് ആയിട്ട് പഠിക്കുക. അപ്പൊ ആ ഒരു എന്താണ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മുഷിച്ചിലും കുറച്ച് മാറും, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അവിടുന്ന് പഠിക്കുന്നതുകൊണ്ട് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്താണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, വളരെ എഫക്റ്റീവ് ആയിട്ട് ആ എക്സാംസ് ഫോളോ ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഓൺലൈനിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലെ. ഇനി എന്താണ് പിന്നെ ഞാൻ പറഞ്ഞത് അല്ലെ. സോ സെക്കൻഡ് കാൽക്കുലസിന് നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളൊരു എത്രയാണ് ഒരു 9 ദിവസം കാലം നമ്മൾ എടുക്കാൻ വരുന്നുണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ 9 എന്ന് പറയുന്നത് എന്താണ് 9 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക്കായി. സോ അതെന്തായിരുന്നു, അത് നമ്മൾ പറയുന്നു കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. സോ ആ 2 ടോപ്പിക്സ് നമ്മൾ എന്താണ് നെക്സ്റ്റ് 14 days കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതെന്താണ് അത് 22 12ഉം അതുപോലെ 10 അല്ലെ. കാൽക്കുലസിന്റെ 12 മാർക്കും അതുപോലെ ആ പറഞ്ഞ കെമിസ്ട്രിയുടെ ടോപ്പിക്സിന് 10 മാർക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് 22 മാർക്ക് പ്ലസ് നമ്മൾ ആദ്യം പഠിച്ചു വെച്ച 18 മാർക്ക് അല്ലെ. സോ 40 മാർക്സ് ആയി. 40 മാർക്സ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ 11 day കഴിഞ്ഞിട്ട് ഞാൻ 1 day വെച്ച് എന്താണ് അവിടെ നമുക്ക് റിവൈസ് ചെയ്യണം. ഈ പറഞ്ഞ 11 ദിവസം നമ്മൾ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇടക്കിടക്ക് ആ റിവിഷൻ ഇല്ലെങ്കിലും യാതൊരു കാര്യമില്ല. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് റിവൈസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകാനുള്ള കാര്യം ഉറപ്പാണ് അല്ലെ. സോ അതുകൊണ്ട് ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്താണ് 11 ദിവസം 18 മാർക്ക്. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് 12 ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് 14 days അല്ലെ. നെക്സ്റ്റ് 14 days കൊണ്ട് നമ്മുടെ കാൽക്കുലസും അതുപോലെ എന്താണ് ആ ഒരു കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് 40 മാർക്സ് എന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോൺ നമ്മൾ എന്താണ് ഈ 12ഉം 14 അല്ലെ 26ാമത്തെ ദിവസം നമ്മൾ എന്താണ് നമ്മൾ ആ പറഞ്ഞ 40 മാർക്സിന്റെ മൈൽ സ്റ്റോണിലെത്തി അല്ലെ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞു കാൽക്കുലസ് കുറച്ച് പ്രശ്നമുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എക്സ്ട്രാ ഒക്കെ ചെയ്ത് നോക്കുക. ആ റിവിഷൻ ഒക്കെ നല്ല കാര്യക്ഷമമായിട്ട് നടത്തുക. അതുകൊണ്ട് 2 ദിവസം റിവിഷൻ എടുക്കുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ആ ഒരു 26+2 അല്ലെ 28 ആയി അല്ലെ. സോ 28 days ആയി. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ നെക്സ്റ്റ് എന്താണ് സീരിയൽ നമ്പർ 3. സീരിയൽ നമ്പർ 3 നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നമ്പർ 7 പറഞ്ഞത് നമ്മുടെ ഫിസിക്സിന്റെ അതൊരു ടോപ്പിക് ആയിരുന്നു, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അങ്ങനെ ആ ഒരു മിക്സപ്പ് ഉണ്ടാണ്, ആ ഒരു മിക്സ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ ഒരു എന്താണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് എഫിഷ്യന്റ് ആയിട്ട് എല്ലാം കൂടി കോർത്തിണക്കി കൊണ്ടുപോകണം എക്സാമിന് വേണ്ടിയിട്ട് അല്ലെ. സോ അതുകൊണ്ട് ആ രീതിയിൽ പോവുക. അതെന്താണ് 8 ദിവസം കൊണ്ട് 3 ദിവസം നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ 5 ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു അല്ലെ നമ്മുടെ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് വേണ്ടിയിട്ട്.
അതെന്താണ് പിന്നെ എന്താണ് 8 ദിവസം അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ 28 എന്താണ് 36ാമത്തെ ദിവസം നമ്മൾ എവിടെ എത്തി? നമ്മൾ പറഞ്ഞ 40 + 14 അല്ലെ. അതായത് നമ്മൾ പറഞ്ഞ എത്രയാണ് അത് 54 മാർക്സ്. നമ്മൾ എന്താണ് ആ മൈൽ സ്റ്റോൺ നമ്മുടെ എന്താണ് പകുതിനേക്കാളും മുന്നോട്ടേക്ക് നമ്മൾ കയറി അല്ലെ. പിന്നെ എന്താണ് ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ 8 ദിവസം പഠിച്ച കാര്യങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പറഞ്ഞ ഫുൾ റിവിഷൻ, അതായത് നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ സെറ്റ് 1ൽ നിങ്ങൾ പഠിച്ച ഈ എൻറ്റയർ എത്രയാണ് 28 ദിവസം അല്ലെ. 28 ദിവസവും അല്ല എത്രയാണ് 36 ദിവസം പഠിച്ച അല്ലെ. ആ 36 ദിവസം പഠിച്ച കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഒന്ന് റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിന്റെ ഗുണം അതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ നോട്ടൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ നിങ്ങൾ MCQs ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാരണം കിട്ടാണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടുക അല്ലെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ് ആ ഫുൾ റിവിഷന്റെ സമയത്ത് ആ മുന്നേ നമ്മുടെ ഇന്ന് മിസ്സായപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ഒരു നിങ്ങളുടെ കൺസെപ്റ്റുകൾ അവിടെ ഉറപ്പിക്കാൻ പറ്റും അല്ലെ. നമ്മൾ ആണിയടിച്ച് ഉറപ്പിക്കുന്ന പോലെ നമ്മുടെ കൺസെപ്റ്റുകൾ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ സെറ്റ് 1 കംപ്ലീറ്റ് ആവുന്നത് എത്രയാണ് 38ാമത്തെ ദിവസം അല്ലെ. 38ാമത്തെ ദിവസം നമ്മൾ സെറ്റ് 1 കംപ്ലീറ്റ് ചെയ്യാണ്. റിവിഷന് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയായി 54 മാർക്കിന്റെ മൈൽ സ്റ്റോൺ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? സെറ്റ് 2ലേക്കാണ്. അവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതാണ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതേ എന്താണ് അതൊരു വലിയ ടോപ്പിക് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു എത്രയാണ് ആ ഒരു 8 ദിവസം കൊണ്ട് അല്ലെ. ആ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്താണ് 12 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് അത് ഈ പറഞ്ഞ ആ ഒരു 8 ദിവസം കൊണ്ട് പഠിക്കുന്നു. അതുപോലെ എന്താണ് 10ാം നമ്പർ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വീണ്ടും പോയി എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ, ആ ഒരു കെമിസ്ട്രിയിലുള്ള ഇൻസ്ട്രുമെന്റ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുക. അത് എല്ലാം കൂടി എന്താണ് 13 ദിവസം നിങ്ങൾ എടുക്കുക. അപ്പൊ എന്താണ് നമ്മൾ ആ ഒരു 54 + 22 അല്ലെ 76 മാർക്ക് എന്ന് പറഞ്ഞ മൈൽ സ്റ്റോണിൽ എത്തി. എത്രയാണ് 38 പ്ലസ് ഈ പറയുന്ന 13 51 ഡേയ്സിൽ നമ്മൾ എവിടെ എത്തി? നമ്മൾ പറഞ്ഞ 76 മാർക്ക് മൈൽ സ്റ്റോണിൽ എത്തി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക. അത് എന്തായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് ആ ഓരോ കാര്യം നമ്മൾ അതിന് മിസ്സായി പോവാണ് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ആ മൈൽ സ്റ്റോൺ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഒരു ദിവസം വീണ്ടും ഈ പറഞ്ഞ ടോപ്പിക് സെറ്റ് 2ലെ ഫസ്റ്റ് സെറ്റിന്റെ എന്താണ് റിവിഷൻ നടത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ന്യൂമറിക്കൽ മെത്തേഡ്സും അതുപോലെ നമ്പർ 8 ഫിസിക്സിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് എക്കോസ്റ്റിക്സ് അല്ലെ. സോ അത് എന്താണ് ഈ പറഞ്ഞ ചെറിയ ടോപ്പിക്ക് 3 ദിവസം അതുപോലെ 5 ദിവസം അതുകൊണ്ട് 8 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് ബാക്കി അല്ലെ ആ ഒരു 14 മാർക്കിന്റെ ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം റിവിഷൻ കൊടുക്കുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ ഒരു ലാസ്റ്റ് ടോപ്പിക് ആ 11ാമത്തെ ടോപ്പിക് നമ്മുടെ കെമിസ്ട്രീൻ്റെ അകത്തുള്ള അവസാനത്തെ ടോപ്പിക് എൻവയോൺമെന്റൽ കെമിസ്ട്രി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. നമ്മൾ പൊതുവേ കാണുന്ന കുറെ കാര്യങ്ങളും പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് അത് നെക്സ്റ്റ് 5 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി എന്താണ് നമ്മൾ പറഞ്ഞ 66ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന ആ ഒരു അല്ലെ 100 മാർക്കിന്റെ മൈൽ സ്റ്റോൺ വരെ പഠിച്ചെത്തി അല്ലെ. 66ാമത്തെ ദിവസം നമ്മൾ അവിടെ എത്തുന്നു. ആ ഒരു ഡേ എന്താണ് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ആ ഒരു എൻവയോൺമെന്റൽ കെമിസ്ട്രി റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 1 ഡേ എന്താണ് നമ്മൾ സെറ്റ് ഫുൾ ഒന്ന് റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെറ്റ് 2 നമ്മൾ എന്താണ് സെറ്റ് 1ഉം സെറ്റ് 2ഉം കൂടി ഫുൾ റിവിഷൻ അടുത്ത 2 ദിവസത്തിൽ ചെയ്യുന്നു അല്ലെ. സോ അതുകൊണ്ട് ഈ 70 ഡേയ്സ് ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഷോർട്ട് നോട്ട്സ് എഴുതലും ഷോർട്ട് നോട്ട്സ് പഠിക്കലും മാത്രമല്ല നമ്മൾ MCQs ഒക്കെ ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ സമയം കണ്ടെത്തുക. എന്താണ് നമ്മൾ MCQs ഒക്കെ ചെയ്ത് നോക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ സബ്ജക്ട് ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഓൺലൈനിലൊക്കെ ക്വസ്റ്റ്യൻസ് പല സ്ഥലത്ത് നിന്ന് തപ്പി കണ്ടുപിടിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. സോ അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ അല്ലെ അതുകൊണ്ട് എന്താണ് നമ്മൾ എൻറ്റയർലി എന്താണ് 70 ഡേയ്സിൽ ഈ പറഞ്ഞൊരു സാധനം അല്ലെ ആ സെറ്റ് 1ഉം സെറ്റ് 2ഉം കംപ്ലീറ്റ് ചെയ്യാൻ, അതുപോലെ അതിന്റെ റിവിഷനും എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പർലി നിങ്ങൾ എന്താണ് ആ ഒരു സജ്ജമായിരിക്കാനുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മൾ 70 ഡേയ്സ് പറഞ്ഞത്. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു 70 ഡേയ്സ് കൊണ്ട് നിങ്ങൾ പ്രോപ്പറായി പഠിച്ച് നല്ല വൃത്തിയായിട്ട് എന്താണ് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ എന്താണ് ഈ ചെക്ക് ലിസ്റ്റിൽ ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ഷോർട്ട് നോട്ട്സിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളെ ഉറപ്പായിട്ടും എഴുതി വെക്കുക. നമുക്ക് അവസാനമൊക്കെ എന്താണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ആ ബുക്ക് മൊത്തം മറിച്ച് നോക്കുന്നത് സമയവും പോക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും അത് എന്താണ് ബോറടിച്ച് നിങ്ങൾ ഒഴിവാക്കുക ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക. എന്താണ് MCQ വർക്ക്ഔട്ട് സെഷൻ എല്ലാ ദിവസവും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ റിവിഷൻ സമയത്തൊക്കെ എന്താണ് എപ്പോഴും എന്താണ് MCQ വർക്ക്ഔട്ട് സെഷൻസ്, അതായത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ എന്താണ് മൈൽ സ്റ്റോൺസിൽ എപ്പോഴും ഒരു കണ്ണ് വെക്കുക അല്ലെ. ഞാൻ അവിടെ എത്തിയോ നമുക്ക് എന്താണ് അവസാനം കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ. നമ്മൾ പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ എത്തുന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം അല്ലെ. സോ അതുകൊണ്ട് ഇടക്കിടയ്ക്കാണ് സമയത്ത് തന്നെ അല്ലേ, അല്ലാണ്ട് നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എത്തിയാൽ പോരാ അല്ലെ. നമ്മൾ ആ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് അനുവദിച്ചുള്ള ആ സമയത്തിന്റെ അകത്ത് നമുക്ക് ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ IEO എക്സാമിന് നല്ല മികച്ച റാങ്കോട് കൂടി എന്താണ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നതാണ് അല്ലെ. നല്ല ഒരു ഗ്ലാമർ പോസ്റ്റ് ആണല്ലേ, നല്ല എന്താണ് നല്ലൊരു സാലറി പാക്കേജും ഒക്കെ ഉള്ളൊരു നല്ലൊരു പോസ്റ്റ് ആണ്. സോ അതുകൊണ്ട്
ഈ ഒരു മെനക്കേട് കുറച്ചൊന്ന് ഒരു 2 മാസം എന്താണ് കുറച്ച് ഉറക്കമൊക്കെ ഒഴിച്ചിട്ടായാലും നിങ്ങൾ എന്താണ് നല്ല പ്രോപ്പറായിട്ടൊന്ന് പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റട്ടെ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെയും ഈ IEOന്റെ ബാച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പൊ കറന്റ് വളരെ തുച്ഛമായ ഒരു 3000 റുപ്പീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അല്ല ഈ ഒരു 78 ഡേയ്സ് ഉണ്ട് നമ്മുടെ അല്ലേ. സോ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ വളരെ ഒരു പെർ ഡേ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ അല്ലേ. സോ നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാം എന്താണ് നല്ല പ്രോപ്പറായിട്ട് നല്ല സീരിയസ് ആയിട്ട് കാണുക. നമുക്ക് എന്താണ് എല്ലാവർക്കും അവസരമുണ്ട്. മുന്നേ പഠിച്ച ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. പക്ഷെ എന്താണ് അവർ ആ ഒരു ഊർജ്ജം അല്ലെ ആ ഒരു ചതി പറ്റിയത് ഒരു ഊർജ്ജമാക്കി എടുത്തിട്ട് എന്താണ് കൂടുതൽ നല്ല ഊർജ്ജത്തോടെ പഠിക്കുക. ബാക്കിയുള്ള ആൾക്കാർ ഒരു കാര്യം ആലോചിക്കുക, എല്ലാവർക്കും ഒരു ലെവലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്കും പഠിച്ചു കയറാൻ പറ്റുന്നതാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.